ഇന്ന് ഞാനും കാക്കും ഞങ്ങൾ ഇതുവരെയും വെയർ ചെയ്യാത്ത മാതിരി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോണത് എങ്ങോട്ടാന്നല്ലേ, ഞങ്ങളുടെ വണ്ടി കുഴിയിൽ നിന്ന് മാന്തി എടുക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ പ്രാവശ്യം മഞ്ഞൊന്നുമല്ല, മഞ്ഞിന് പ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. എന്തുമാതിരി മഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാനും വയ്യ, വണ്ടിയിൽ പോകാനും വയ്യ, അമ്മാതിരി അവസ്ഥയാണ്. നമുക്ക് പോണ വഴി കൂടി റോട്ടിൽ കൂടിയും എല്ലായിടത്തും കൂടി മഞ്ഞായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വഴിക്ക് കൂടെ വണ്ടികൾ വന്നിട്ട് അങ്ങനെ സ്നോ റിമൂവ് ചെയ്യുന്നുണ്ട്, ഒരു തലക്ക് കൂടെ ഇഷ്ടംപോലെ സ്നോ നടക്കുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ കണ്ടോ, അതിൻ്റെ മുതലാളിക്ക് അത് ഏതാ വണ്ടി, അത് ആരെ വണ്ടിയാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അതൊക്കെ മുങ്ങിപ്പോയി. ഒരു 2 ദിവസമൊക്കെ നമ്മൾ എടുക്കാതെ വെച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ കിട്ടില്ല. ഈ കടകളുടെ മുന്നിൽ മൊത്തം മഞ്ഞ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടിയാണ് ഇത്. നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മൾ നിർത്തിയിട്ട സമയത്ത് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ എന്നാലും നമ്മളെ വണ്ടി അത്ര മൂടി നിറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഏരിയ ഫുള്ള് രാത്രി തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഇനി വർക്കിന് പോണ സമയത്ത് അത്രയും ടൈം എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും സ്നോഫോൾ തുടങ്ങി. പക്ഷെ ഫുള്ള് നല്ല ഷേപ്പുള്ള സ്നോ ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് തന്നെ കുറേ JCB സ്നോ ഒക്കെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാക്കു അയ്യോ ക്ലീൻ ചെയ്തൊന്നും ഞങ്ങൾ ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് ഇടരുതേ പറയണേ. കാരണം ഓല അങ്ങനെ ഫ്രണ്ട് ക്ലീൻ ചെയ്ത് പോകും, 2 സൈഡ് കുട്ടിട്ടാണ് പോകുക. അപ്പോൾ നമ്മളാണെങ്കിൽ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തതല്ലേ. എന്തായാലും നമ്മൾ അവിടുന്ന് ഒരുവിധം സ്നോ ഒക്കെ മാറ്റി വണ്ടിയൊക്കെ ഒന്ന് ഇളക്കി ഫ്രണ്ടത്തെ 2 ടയറും കുറച്ച് ഫ്രണ്ടിൽ റോഡിൻ്റെ ഭാഗത്തേക്ക് ആക്കി കിട്ടിയാൽ പിന്നെ വലിയ പ്രശ്നമല്ല. ആ സ്ഥലമില്ലാത്തടത്ത് കൂടെ ഏതൊരു ഹലാക്കിൻ്റെ ബസ്സൊക്കെ ഉണ്ട് അതിൽ പോണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് നമ്മളെ വണ്ടി മൂവ് ആവണ വിധത്തേക്ക് ആക്കി. ഇത്ര ആക്കിയിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ഇന്ന് രാത്രി വീണ്ടും സ്നോ പെയ്ത് പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ കാക്കു കറക്റ്റ് പൊസിഷനിലൊക്കെ ഇട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോരുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം നല്ല സ്നോഫോളായി. നമുക്ക് നടക്കാൻ പറ്റി, ശ്വാസം എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ഒന്നാമത് നമ്മൾ ഈ തണുപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കുറച്ചും കൂടിയും ബ്രീത്ത് ഇഷ്യൂവും ഒക്കെ വരുമല്ലോ നമുക്ക്. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇല്ലിലിങ്കാട്ടിലും സ്നോ ആണ്. അപ്പോൾ കാക്കുവിന് എന്തോ സോഷ്യൽ സർവീസ് അടിച്ച് കയറിക്കാണ്ട് കാക്കു പിന്നെ അവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടോ. ഞാനപ്പോൾ ഒരു ഹാർട്ടൊക്കെ ഉണ്ടാക്കി അത് മരത്തിലൊക്കെ കുത്തിച്ചരിച്ചപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ